എന്താടാ ബോൾ കിട്ടിയില്ലേ? എന്താടാ നിന്റെ കയ്യില്? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ല ചേട്ടായി. പോയി കളിക്കാൻ. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഇപ്പൊ വരാം, ഒരു 2 മിനിറ്റ്. ശങ്കര, എവിടെ പോവാ? ഞാൻ വന്നു. ബോളെന്തി? നീ എവിടെ പോയി? വാ. ചേട്ടാ മുട്ടായി മേടിച്ചാലോ? മുട്ടായി മേടിക്കണമെങ്കിൽ ഇപ്പൊ പൈസ വേണ്ടേ? പൈസ ഇല്ലല്ലോ. പൈസ ഉണ്ട്. എവിടുന്ന്? അവിടുന്ന് കിട്ടി. നിന്റെ എവിടുന്ന പൈസ? പിന്നെ കിട്ടി. അമ്മയും കണ്ട് വെച്ചതാ. വേണ്ട, അവിടെ ഇരുന്ന പൈസ ഒന്നും എടുക്കണ്ട, വഴക്ക് കിട്ടും ചിലപ്പോ. അമ്മയും അച്ഛകൊണ്ടും കാണും വെച്ചതായിരിക്കും. അല്ലെങ്കിൽ 2 ബോൾ മേടിച്ചു. ഓരോന്നും പിടി. ബോളോ? നമുക്ക് പോയി ബോളും മേടിക്കാം. എന്നാടാ രണ്ടുപേരും കൂടി എങ്ങോട്ട് പോവാ? എവിടെ പോവാ? അതൊന്നുമില്ല ചേച്ചി പറഞ്ഞ, ഞങ്ങള് ചുമ്മാ ഇവിടെ വരെ ഒന്ന് കയറി വന്ന. ചേച്ചി പറഞ്ഞ ചേട്ടായി മുട്ടായി മേടിക്കാൻ എന്നോട് പറഞ്ഞു. ഞാനിപ്പോ വാങ്ങി, വെറുതെ കള്ളം പറയില്ല കേട്ടോ. ഞാനൊന്നും മുട്ടായി മേടിക്കാന്ന് പറഞ്ഞില്ല. കള്ളം പറയുന്നു. സത്യം പറഞ്ഞ എന്നതാ? രണ്ടുപേർക്കും കല്ല ലക്ഷണം ഉണ്ടല്ലോ. ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഞാൻ ഇപ്പൊ അമ്മയെ വിളിക്കാം കേട്ടോ. അമ്മയോട് അലക്കിക്കൊണ്ടിരിപ്പുണ്ട്. എന്നാ ചേച്ചി പറഞ്ഞേ, ഇവന്റെ കയ്യിൽ എവിടുന്ന് ഒരു 10 രൂപ കിട്ടി. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു പോയി മുട്ടായി മേടിക്കാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, അച്ചുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറയുക എന്നാ നമുക്കൊരു ബോൾ മേടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ എന്നാ വാ നമുക്കൊരു പന്ത് മേടിക്കാന്നും പറഞ്ഞ് പോയതാ. പൈസ എൻ്റെ കയ്യിലല്ല കിട്ടിയത്, ഇവനോട് ചോദിച്ചു നോക്ക്, എനിക്കൊന്നും അറിയത്തില്ല. എവിടുന്നാടാ പൈസ കിട്ടിയേ? എവിടുന്നാടാ പൈസ കിട്ടിയേ? അത് അവിടെ തന്നെ കൊണ്ട് തിരിച്ചു കൊണ്ട് വെച്ചോ. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വിശ്വസിച്ച് പൈസ അങ്ങനെ പലതും വെക്കും. അത് എടുത്തോണ്ട് പോയി കടകളിൽ പോയി മുട്ടായി അങ്ങനെ ഒരു സാധനവും മേടിക്കാൻ പറ്റത്തില്ല. ശങ്കര, പൈസ എവിടെ ആയിരുന്നേ? എന്നാ അവിടെ തന്നെ തിരിച്ചോണ്ട് വെച്ചേ. ബാ. നമ്മുടെ വീടുകളിൽ ഇതുപോലെ പല സ്ഥലത്തും പൈസയൊക്കെ ഉണ്ടാവും. അത് എടുത്തുകൊണ്ട് പോയി ഒരു കടയിലും പോയി ഒരു സാധനം മേടിക്കാൻ പാടില്ല. അത് തെറ്റാണ്. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് മേടിച്ച് തരുന്നുണ്ട്. അത് പോരെങ്കിൽ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മുടെ അധ്യാപകരെ നമുക്ക് വേണ്ട സാധനങ്ങൾ തരുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു പൈസ എടുത്ത് കടകളിൽ പോയി മുട്ടായിയോ അങ്ങനെയുള്ള ഒരു സാധനം മേടിക്കരുത്. അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആരുടെയും കയ്യിൽ നിന്ന് ഒരു സാധനം മുട്ടായി അങ്ങനെ ഒന്നും മേടിക്കരുത്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് സ്കൂൾ തുറക്കുവാണ്. സ്കൂളിൽ പോകുന്ന ഞങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഈ പറയുന്നത്.